നമ്മുടെ കത്തോലിക്ക വിശ്വാസം എത്രമാത്രം പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അല്ലേ? അതെ, കരഞ്ഞോ ഒരാള് മരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സങ്കടം തോന്നും, എന്റെ ഭാഗമായിട്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം ഈ വ്യക്തി, നമ്മൾ സ്നേഹിച്ച ഈ വ്യക്തി നമ്മളെക്കാളധികം ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം 3 സാധ്യതകളുണ്ടെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വർഗം. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത നരകം. 2, നമ്മളൊക്കെ മിക്കവാറും എത്തിപ്പെടാൻ സാധ്യതയുള്ള ശുദ്ധീകരണ സ്ഥലം. അപ്പൊ ഈ 3 സാധ്യതകളാണ് മരണശേഷം ഉള്ളത്. നമ്മളെ ഈ ലോകത്തില് മറ്റാര് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും അപ്പുറം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത്, അതാണ് സ്വർഗത്തിന്റെ അവസ്ഥ. പക്ഷെ നരകം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ, നരകത്തിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ്, ദൈവത്തിന്റെ സാന്നിധ്യം ഒട്ടും അനുഭവിക്കാൻ നമുക്ക് പറ്റാത്ത ഒരു സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്.